ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത് പോറ്റുന്ന ദൈവത്തെ പാറ്റുന്ന മനുഷ്യരുമുണ്ടോ? നമുക്കറിയാം, ദൈവത്തെ പാറ്റുക എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം വരെ അവിടെ വരാവുന്നതാണ്. അതല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാതെ, അംഗീകരിക്കാതെ, ദൈവത്തെ എതിർക്കുന്നത് ദൈവത്തെ പാറ്റുന്നതിന് തുല്യമാണ്. സാത്താൻ ദൈവത്തെ പാറ്റാൻ ഉദ്യമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവൻ്റെ പക്ഷക്കാരും അത് തന്നെ ചെയ്യും. നമ്മുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഇതുപോലെ നമ്മെ പോറ്റുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പാറ്റുന്നത് മര്യാദയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ പാമ്പ് കൊത്തിയെന്ന്. അത് ഒരു നന്ദികേടാണ് എന്നുള്ളത് നാം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമ്മെ പോറ്റുന്നവൻ എന്ന് സ്ഥാപിക്കുന്ന ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. സാധാരണ പാടാറുള്ള ആ ഒരു പാട്ട്, ദൈവം നമ്മെ പോറ്റുന്നവൻ, പാലിക്കുന്നവൻ എന്നുള്ള ആ ഒരു ആശയമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ്, നമ്മെ പോറ്റുന്ന ഒരു ദൈവമാണ്. ഏതാനും വചനങ്ങൾ എടുക്കാം. സങ്കീർത്തനം 147:9. സങ്കീർത്തനം 147:9 വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദൈവം അവരെ പോറ്റുന്നു എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. മത്തായി 6:25 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞൊരു കാര്യം, ആകാശത്തിലെ പക്ഷികളെ നോക്ക്, വയലിൽ നിൽക്കുന്ന ലിലികളെ നോക്ക്, അവയെ ദൈവം എത്ര കാര്യമായിട്ട് പോറ്റുന്നു. അവയെ പോറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവം സ്വന്തം മക്കളെ പോറ്റാതിരിക്കുമോ? വീണ്ടും യെശയ്യാ 49:15 മുതലുള്ള വചനഭാഗം, 15-16 വചനങ്ങൾ എടുക്കുമ്പോൾ ഒരു പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും ദൈവം നമ്മെ മറക്കത്തില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ ലഭിക്കുക. സങ്കീർത്തനം 27:10 അതുമായി ചേർന്ന് പോകുന്നതാണ്. അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അതാണ് വചനം പറയുക. ദൈവത്തിൻ്റെ കരുതൽ അതാണ്. മാതാപിതാക്കൾ നമ്മെ മറന്നാൽ പോലും ദൈവം മറക്കത്തില്ല. യെശയ്യാ 46 വചനം എടുക്കുമ്പോൾ വലിയൊരു സന്ദേശമാണ് അവിടെ. കർത്താവ് ചോദിക്കുകയാണ്, ഇസ്രായേലേ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഗർഭത്തിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടുണ്ട്? ഒരു ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ, നീ ജനിച്ചു വളർന്നു വന്നപ്പോൾ, ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ പോലും ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ആര് നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്? നിനക്ക് വാർദ്ധക്യമായാലും ഇതേ സ്നേഹം ഞാൻ തുടരും. ഇതുപോലെ നമുക്ക് ആരെ കണ്ടെത്താൻ പറ്റും? ഇതുപോലെ വളരെ സ്റ്റഡിയായിട്ട് സ്ഥിരതയോടെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ ദൈവം, നമ്മെ പോറ്റുന്ന ദൈവം. 1 സാമുവേൽ 17 നമ്മൾ കാണുന്നത് കാക്കകളിലൂടെ ഏലിയായിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ദൈവത്തെയാണ്. ദാനിയേൽ 14 അതിൻ്റെ 34 മുതൽ വായിക്കുമ്പോൾ, ദാനിയേലിന്, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ, ഹബക്കുക്കിലൂടെ ദൈവം അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. അത് വളരെ രസകരമായ രീതിയിൽ ഹബക്കുക്കിനോട് പറഞ്ഞു, നീ പോയിട്ട് ദാനിയേലിന് ഭക്ഷണം കൊടുക്കണം, അതിന് ഇന്ന സ്ഥലത്തേക്ക് പോകണം, എനിക്കങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും അറിയാൻ മേല. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, നീ ഭക്ഷണം മുറുകെ പിടിച്ചോ, ഞാൻ നിന്നെ അവിടെ കൊണ്ട് എത്തിക്കാം. എന്നിട്ട് അവനെ അവിടുന്ന് പൊക്കി എയർ ലിഫ്റ്റിംഗ് നടത്തും പോലെ അവിടെ കൊണ്ടുപോയി ആ സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ദാനിയേലിന് ദൈവം ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത്രയും നല്ലൊരു ദൈവം, ഇതുപോലെ നമ്മെ പോറ്റുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമ്മൾ നിന്ദിക്കുന്നത് ശരിയാണോ? ആ ദൈവത്തെ നമ്മൾ പാറ്റുന്നത് അപമര്യാദയല്ലേ, നന്ദികേടല്ലേ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. യെശയ്യാ 1:2 മുതൽ വായിച്ചാൽ വേദനയോടെ കർത്താവ് പറയുന്നുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, കാളയും കഴുതയും ഒക്കെ അതിൻ്റെ യജമാനനെ അറിയുന്നു, മാനിക്കുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. വേദനയോടെ ദൈവം പറയുന്നൊരു കാര്യം. യെശയ്യാ 43:20 മുതൽ വായിക്കുമ്പോൾ, പ്രപഞ്ചം മുഴുവൻ എന്നെ സ്തുതിച്ചാരാധിക്കുന്നുണ്ട്, പക്ഷേ എന്നെ സ്തുതിച്ചാരാധിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം, എൻ്റെ മക്കള് അത് ചെയ്യുന്നില്ല. നന്ദികേട്, അതാണ് ഇവിടെ നമ്മൾ കാണുക. ഹോസിയ 11:1 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നന്ദികെട്ട ജനം. അങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നന്ദികെട്ട ജനം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ
ദൈവത്തെ നമ്മൾ പാറ്റാൻ ഉദ്യമിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുക, നന്ദി കെട്ട ജനമായിട്ട് നാം മാറുന്നു. ലൂക്കാ 17:10 മുതൽ വായിക്കുമ്പോഴാണ് 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന രംഗം. ഒരാൾ മാത്രമേ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുള്ളൂ. ബാക്കി 9 പേര് കാണിച്ചത് നന്ദികേട്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, സാത്താൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് ദൈവത്തെ പോലും പാറ്റാൻ നോക്കും, മനുഷ്യരെയും പാറ്റാൻ നോക്കും. ഇനി അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ സാത്താൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവര് ദൈവത്തെ പാറ്റുന്നവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് അവര് അധപതിക്കും. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വചനം സാത്താൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്നവനാണ്. ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. ലൂക്കാ 22:31 യേശു തന്നെ പത്രോസിനോട് പറയുന്നൊരു കാര്യം, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധൈര്യമായിരിക്കുക, നിന്റെ സഹോദരങ്ങളെയും നീ ധൈര്യപ്പെടുത്തുക. അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പാറ്റുന്ന മനുഷ്യൻ, ദൈവത്തെയും പാറ്റുന്ന മനുഷ്യർ സാത്താൻ പക്ഷക്കാരാണ്. ദൈവമക്കൾ പദവി അലങ്കരിക്കുന്ന വ്യക്തികളല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. യെശയ്യാ 7:13 വായിക്കുമ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, മനുഷ്യരെ അസഹ്യപ്പെടുത്തിയത് പോരാഞ്ഞിട്ടാണോ ദൈവത്തെയും നിങ്ങളിപ്പോൾ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത്? മനുഷ്യരെ പാറ്റുന്നവരുണ്ട്, ഇനി അത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ ദൈവത്തെയും പാറ്റാൻ ഉദ്യമിക്കുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വചനം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, അവന് ദൈവമക്കളെ പദവി ചേരുന്നതല്ല, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. യൂദാസിൻ്റെ ലേഖനം എടുക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 19-ാമത്തെ വചനം എടുക്കുമ്പോൾ, ഭിന്നിപ്പുണ്ടാക്കുന്നവർ അവര് ദൈവമക്കളുടെ പദവി അലങ്കരിക്കുന്നവരല്ല. 2 തീമോത്തി 2:24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കലഹപ്രിയർ, ദൈവമക്കൾ കർത്താവിൻ്റെ ശുശ്രൂഷകർ ഒരിക്കലും കലഹപ്രിയരാകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യരെയും ദൈവത്തെയും പാറ്റാൻ ഉദ്യമിക്കുന്നവരാണ് നമ്മളെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.